കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. തെരഞ്ഞെടുപ്പ് തീയതി 3 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള അന്തിമഘട്ട യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വൈകുന്നേരം 3 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണും എന്ന അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം, പുതുച്ചേരി, ആസാം സംസ്ഥാനങ്ങളിലെ നിയമസഭാ കാലാവധിയാണ് ഈ വർഷം കഴിയുന്നത്. ഇതിൽ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട പുരോഗതിയൊക്കെ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ കേരളത്തിലെത്തി പരിശോധിച്ച് ഇക്കാര്യത്തിലൊരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന പാർട്ടികളുമൊക്കെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസവും അതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ഈ അഭിപ്രായങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. ഇന്ന് സമ്പൂർണ്ണ യോഗം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുകയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏപ്രിൽ 3-ാം വാരത്തോടുകൂടി കേരളത്തിൽ ഇലക്ഷൻ നടത്തും. അത് ഒറ്റഘട്ടമായി നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലവിൽ വരും. അടുത്ത ആഴ്ചയോടുകൂടി തന്നെ വിജ്ഞാപനം പുറത്തിറക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 2011 ഇലക്ഷൻ നടന്നപ്പോൾ വോട്ട് എണ്ണലും വോട്ടിംഗ് പോളിംഗ് തീയതിയും തമ്മിലുള്ള 1 മാസത്തിന്റെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് ഉണ്ടാവില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ 5 സംസ്ഥാനങ്ങളിലും ഏകദേശം അടുത്തടുത്തുള്ള തീയതികളിലായിരിക്കുമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക? കാരണം ഒന്നിച്ചായിരിക്കുമല്ലോ ഫലം പ്രഖ്യാപിക്കുക. തീർച്ചയായും അതിനുള്ള നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത്. ഫലപ്രഖ്യാപനം എന്തായാലും ഏകീകരിച്ചുകൊണ്ടുള്ള ഒറ്റ തീയതിയിൽ നടത്തുക. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രഖ്യാപിക്കുക എന്നതാണ് പ്രധാനം. നമുക്ക് ലഭിക്കുന്ന പ്രകാരമാണെങ്കിൽ ആദ്യം നടക്കുക ആസാമിലായിരിക്കും, പിന്നെ പശ്ചിമ ബംഗാൾ, തുടർന്ന് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നതായിരിക്കും. കാരണം കേന്ദ്ര സേനകളുടെ വിന്യാസത്തിന് സഹായകരമാകുന്ന രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ആസാം മുതൽ നടത്തി പിന്നീട് അവസാനം ദക്ഷിണേന്ത്യയിലെത്തി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ യോഗം എന്തൊക്കെ കാര്യങ്ങളാണ് പരിശോധിക്കുക? ഒരുപക്ഷെ ഇന്ന് 3 മണിക്ക് തീയതി കേരളത്തിൻ്റെതടക്കമുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ യോഗം പരിഗണിക്കുന്നത്? അജിംഷാദ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിൽ ഏതെങ്കിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കുക. കാരണം നേരത്തെ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയാക്കി തീയതികളൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമ്പൂർണ്ണ യോഗം അതിന് അംഗീകാരം നൽകുക എന്നൊരു സാങ്കേതികത്വം മാത്രമേ നിലവിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ യോഗം വളരെയധികം നീണ്ടുപോകും എന്ന് കരുതുന്നില്ല. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ യോഗം തീർക്കും. അതിനുശേഷം വാർത്താ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങും. കാരണം പത്രസമ്മേളനം നടക്കുന്നതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖാമൂലം തന്നെ മാധ്യമങ്ങൾക്കൊക്കെ നൽകണം. രേഖാമൂലം പ്രസ് റിലീസൊക്കെ തരാം. അതിനുള്ള നടപടിക്രമങ്ങൾ ഉച്ചയോടുകൂടി ആരംഭിക്കും. 3 മണിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെ 4-ാം നിലയിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നസീം സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സമ്മേളനം ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് തീയതികളൊക്കെ പ്രഖ്യാപിക്കുക. ആ സമയം മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ വലിയ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. സന്തോഷ്, ഒരുപക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും വിവിധ കോണുകളും ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ സർക്കാർ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വമെങ്കിലും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് ആസന്നമാകുന്നതെന്ന്, 5 വർഷ പൂർത്തീകരണവും ഒക്കെയായി ബന്ധപ്പെട്ട്. പക്ഷേ പല പദ്ധതികളും പൂർത്തീകരിക്കാനാകാതെ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു മുഖ്യമന്ത്രി. അതൊക്കെ രാഷ്ട്രീയമായ നേട്ടത്തിന് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള പരിഭവം പ്രതിപക്ഷം സജീവമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. മറ്റ് സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അത് തന്നെയായിരിക്കും ഏകദേശം. അങ്ങനെയെങ്കിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾ കൂടി കൂടുതൽ സുതാര്യവും സുവ്യക്തവുമാകും എന്നും വിലയിരുത്താനാകും. ഈ ഘട്ടത്തിൽ അതുകൂടി പരിശോധിക്കപ്പെടാവുന്നതാണ്. സന്തോഷ്,
ജിംഷാദ്, കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉദ്ഘാടന മാമാങ്കങ്ങൾ അത് സംബന്ധിച്ചുള്ള ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രസ്താവനകൾ ഭരണകക്ഷി ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നടപടി എടുക്കാവുന്നതാണ്. അത് സംബന്ധിച്ചുള്ള പരാതികൾ പാർട്ടികൾക്കൊക്കെ നൽകാൻ കഴിയും. പക്ഷെ അതിനു മുമ്പ് വരെ അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചാൽ പോലും അവർക്ക് നടപടി എടുക്കാൻ കഴിയുകയില്ല. കാരണം ഇത്തരത്തിലുള്ള ചില പരാതികളൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ സാങ്കേതികത്വമാണ് പ്രധാനം. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നെ ഈ 5 സംസ്ഥാനങ്ങളിലും ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് മാറി നിന്നേ മതിയാവുകയുള്ളൂ. അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് പെരുമാറ്റച്ചട്ട ലംഘനമാവുകയും പിന്നെ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്യും. അതിനുശേഷം പരാതികളുമായി പാർട്ടികൾക്ക് എത്താം. കാരണം അതിൽ കാര്യത്തിൽ നിയമപരമായി തന്നെ നടപടി ഉണ്ടാകും. പക്ഷെ അതുവരെയുള്ള കാര്യങ്ങളിൽ ഒരു സാങ്കേതിക കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാൻ കഴിയുകയില്ല. ഇനി നമുക്ക് പ്രധാനമായി അറിയേണ്ടത് എന്നായിരിക്കും തീയതി എന്നാണ്, പോളിംഗ് തീയതി എന്ന്, വോട്ടെണ്ണൽ തീയതി എന്ന്, പിന്നെ ഇതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെ എത്ര ഘട്ടമായിരിക്കും കേരളത്തിൽ നടത്തുക എന്നാണ്. പക്ഷെ കേരളത്തിൽ നടത്തുന്നത് ഒറ്റഘട്ടമായെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന. കാരണം 2011 മുൻ തെരഞ്ഞെടുപ്പ് പ്രകാരമാണെങ്കിൽ ഒറ്റഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് തീയതി അന്ന് പോളിംഗ് പ്രഖ്യാപിച്ചത് ഒരു ഏപ്രിൽ മാസം 13-ാം തീയതിയായിരുന്നു. അന്ന് 2011 കൗണ്ടിംഗ് നടന്നത് ഒരു മാസത്തിന് ശേഷം മെയ്യിൽ 13-ാം തീയതിയായിരുന്നു. അങ്ങനെ ഒരു മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആ ഒരു മാസത്തെ ഇടവേള ഉണ്ടാകില്ല എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും സന്തോഷ്, ദയവായി തുടരുക തന്നെ ചെയ്യണം. ഇപ്പോൾ നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും കെ രാജേന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടമാണ് എന്നെങ്കിൽ അറിയാമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് തീയതി എന്ത് എന്ന്, പെരുമാറ്റച്ചട്ടം എപ്പോൾ നിലവിൽ വരുമെന്ന് നേരത്തെ സന്തോഷിനോട് തന്നെ നമ്മൾ ആരാഞ്ഞതുപോലെ സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പ്രഖ്യാപനങ്ങളൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു അന്തിമ സമയങ്ങളിൽ എന്നുള്ള ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇതിനൊക്കെ വിരാമമാകും. ഒപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സർക്കാർ ഇടഞ്ഞതുപോലെയുള്ള സാഹചര്യം ഇവിടെ സംജാതമാകാൻ സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാൻ സജ്ജമാണോ ഇപ്പോൾ സംസ്ഥാനങ്ങൾ? അത്തരം കാര്യങ്ങളിലേക്ക് കൂടി വിശദാംശങ്ങൾ പരത്തിയാൽ. അജിംഷാദ്, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വരും. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്താൻ സർക്കാരിന് സാധിക്കില്ല. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയും അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചകളിലും നിരന്തരം സർക്കാരിൻ്റെ പദ്ധതികളുടെ പ്രഖ്യാപനം, അതുപോലെ ഉദ്ഘാടനങ്ങൾ എന്ന് പറഞ്ഞാൽ തറക്കല്ലിടലുകൾ വ്യാപകമായ രീതിയിൽ നടന്നിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങൾ, വർത്തമാന പത്രങ്ങളിലൂടെയുള്ള വലിയ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള വലിയ പരസ്യങ്ങൾ വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ വലിയ ബോർഡുകൾ എന്ന് പറഞ്ഞാൽ UDF പ്രചാരണ സമിതിയുടേതായി വലിയ ബോർഡുകൾ. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായേക്കാം. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് UDFൻ്റെതായി റോഡരികുകളിൽ വലിയ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇത്തരത്തിലുള്ള ചെലവുകളെല്ലാം തന്നെ, ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളെല്ലാം തന്നെ അത് തെരഞ്ഞെടുപ്പ് ചെലവിൽ, സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ അത് വകയിരുത്തേണ്ടി വരും. ആ രീതിയിൽ ചെലവിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കേണ്ടി വരും. എന്നാൽ അതിന് മുമ്പുള്ള ഇത്തരം കാര്യങ്ങൾ അത് ചെലവിൽ പെടില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രചാരണ ബോർഡുകൾ, കൂറ്റൻ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഇനി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി, അതോടൊപ്പം തന്നെ പിൻവലിക്കാനുള്ള തീയതി, പിന്നെ തെരഞ്ഞെടുപ്പ് തീയതി, അതുപോലെ കൗണ്ടിങ്, വോട്ടെണ്ണൽ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രഖ്യാപിക്കുക. ഇത് തന്നെ മൊത്തം 5 സംസ്ഥാനങ്ങളിലാണ്. ഇപ്പോൾ കേരളം, അതുപോലെ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരി, അതോടൊപ്പം ആസാം, പശ്ചിമ ബംഗാൾ, ഇങ്ങനെ 5 ഇടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര ഘട്ടമായിട്ടായിരിക്കും? കേരളത്തിൽ നമുക്കൊരു മുൻ അനുഭവമുള്ളത് 2006-ലാണ്. 2006-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളായി നടത്തിയിരുന്നത്. 2014 കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടമായിരുന്നു. ഫലപ്രഖ്യാപനം ഒരു മാസത്തോളം വൈകി. അതെ, തെരഞ്ഞെടുപ്പ് അതാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വോട്ടെടുപ്പ് പ്രക്രിയ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ്. അതുപോലെ വോട്ടെണ്ണൽ പ്രക്രിയയും വളരെ എളുപ്പമാണെങ്കിൽ പോലും
ഈ വോട്ടെടുപ്പ് നമുക്കറിയാനുള്ളൊരു കാര്യം ഇതാണ്. ഈ വോട്ടെണ്ണൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും 5 പ്രദേശങ്ങളിലെയും 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെയും എല്ലാം ഒരു ദിവസമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് വരെയുള്ള ആ ഒരു സമയദൈർഘ്യം എത്രയായിരിക്കും എന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമാവുക. പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലെല്ലാം തന്നെ നിരവധി ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ വലിയ പ്രശ്നബാധിത സാധ്യതകളുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരത്തെ ആ രീതിയിൽ അവർ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു കാലതാമസം ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം എന്തായാലും ഒരുമിച്ച് മാത്രമേ ഉണ്ടാവൂ. കാരണം ഒരിടത്തെ ഫലം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കരുത് എന്ന ഒരുപക്ഷെ നിയതമായ ഒരു ചട്ടമുള്ളത് കൊണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബംഗാളിനെ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിലൊക്കെ വിവിധ ഘട്ടങ്ങളായി മാത്രമേ പ്രായോഗികമായി നടപ്പാക്കാനാകൂ തെരഞ്ഞെടുപ്പ്. തമിഴ്നാടിനെ സംബന്ധിച്ചും അതെ. കേരളത്തിൽ ഒരുമിച്ച് നടത്തിയാൽ പോലും ഈ ഫലപ്രഖ്യാപനം ഒന്നിച്ചു വരുമ്പോൾ ഒരുപക്ഷെ 2011 പോലെ തന്നെ ഒരു മാസത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ. തീർച്ചയായിട്ടും അതിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പശ്ചിമ ബംഗാളിലെ ഒരു സാഹചര്യമാണ്. പശ്ചിമ ബംഗാളിൽ ഈ ഒരു 10 ഘട്ടമായി വരെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വ്യാപകമായ രീതിയിലുള്ള ബൂത്ത് പിടുത്തം അക്രമങ്ങളെല്ലാം ഉണ്ടാവാൻ, പ്രത്യേകിച്ച് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരം അട്ടിമറികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു 8 മുതൽ 10 വരെ ഘട്ടങ്ങളിലായെല്ലാമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ വോട്ടെണ്ണൽ പ്രക്രിയ കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ വരെയുള്ള ആ ഒരു സമയദൈർഘ്യം വളരെ നീണ്ടുപോകാനുള്ള സാധ്യത ഏറെയാണ്. തീർച്ചയായും നമുക്ക് കുറെ കൂടി മറ്റൊരു വശത്തിലേക്ക് പോയാൽ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു, സർക്കാരിൻ്റെ ചിലവിൽ ഇലക്ഷൻ പ്രചരണം നടത്തുന്നു എന്ന് വേണമെങ്കിൽ അനൗദ്യോഗികമായി പറയാനാകും. അല്ലെങ്കിൽ ഉദ്ഘാടനം പോലും സജ്ജമാകാത്ത സംവിധാനങ്ങൾ പലതും, പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ ആക്കമിട്ടെണ്ണിയ പല പദ്ധതികളും, ഇതൊക്കെ തറക്കല്ല് പോലും ഇടേണ്ടത് ഉദ്ഘാടന ചടങ്ങിൻ്റെ ആഘോഷത്തിലേക്കാക്കുന്നു. ട്രയൽ റൺ ആദ്യമായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലേക്ക് കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ പ്രതിപക്ഷം ആക്ഷേപമായി ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ വിരാമമാകും എന്നതുകൂടി പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സുതാര്യമാക്കും കൂടുതൽ എന്നുകൂടിയുണ്ട് ശ്രീ രാജേന്ദ്രൻ. അല്ല, ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കകത്ത് ഒരുപാട് അപാകതകളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അപാകത എന്ന് പറയുന്നത് ഇപ്പോഴും സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്ന തുകയ്ക്കാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ സ്ഥാനാർത്ഥികളെ കൂടാതെ ചെലവഴിക്കുന്ന ഈ തുകയ്ക്ക് കൃത്യമായി കണക്ക് വകയിരുത്തി അത് പരിശോധിക്കാനുള്ള സംവിധാനം നിലവിലില്ല എന്ന് നേരത്തെ തന്നെ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെയ്ഡ് ന്യൂസുകൾ എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നു. അതൊരു പുതിയ രീതിയാണ്. എന്നാൽ അതിനെ കൃത്യമായി കണ്ടെത്തി അതിനുമേൽ നടപടി കൈക്കൊള്ളാനുള്ള സംവിധാനം നിലവിലില്ല. കാരണം പെയ്ഡ് ന്യൂസുമായി ബന്ധപ്പെട്ട് ഒരു 2007 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് അന്ന് സായിനാഥ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അത് കേസായി അശോക് ചവാനെതിരെ, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാനെതിരായി ഈ കേസും മറ്റു നടപടികളൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ അതിനുമേൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും കൈക്കൊള്ളാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ പെയ്ഡ് ന്യൂസ് പോലെ ശരിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചാരണത്തിനായി ഇൻഡയറക്റ്റായി പ്രചാരണത്തിനായി വിനിയോഗിക്കുന്ന തുക അത് കണക്കിലെടുക്കാനും അതുപോലെ അത് തടയാനും പര്യാപ്തമായ നിയമങ്ങൾ ഇന്ന് നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനായി ഔദ്യോഗികമായി ചെലവഴിക്കുന്ന തുക അത് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ അനൗദ്യോഗികമായി ചെലവഴിക്കുന്ന തുക കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട് നിയമത്തിലുള്ള അപര്യാപ്തതകൾ അത് മുതലെടുക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. എന്നാൽ അതിനേത് രീതിയിൽ തടയാനുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളും എന്നാണ് നമുക്ക് അറിയാനുള്ളത്. തീർച്ചയായും കേരളത്തിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് വിശദാംശങ്ങളായി നൽകേണ്ടതുണ്ട്. ഇപ്പോൾ KG ദിനകർ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാനായി നമ്മോടൊപ്പം ചേരുകയാണ്. ദിനകർ, നേരത്തെ നമുക്കറിയാം തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിലുണ്ടായ ഇടച്ചിൽ, ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് തീയതി നീട്ടുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വാർത്തയായി സജീവമായ ഘട്ടമാണ്. ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരുക്കങ്ങൾക്ക് സജ്ജമാണോ സംസ്ഥാനം?
അജിംഷാദ്, തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനം സജ്ജമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. UDF എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ 20 സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 4 സീറ്റുകളിൽ കൂടിയാണ് ഇനി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. അത് വരും ദിവസങ്ങളിൽ അവർ അത് നിശ്ചയിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ UDFൽ കോൺഗ്രസ് മറ്റ് മുന്നണികളുമായുള്ള ചർച്ചയ്ക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. JDUവുമായി ഇന്ന് ചർച്ച നടത്തി. അത് തുടർ ചർച്ചകൾ 7-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് കക്ഷികളുമായുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. നാളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ നാളെ രാവിലെ 7 മണിയോടുകൂടി KPCC ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. UDFൻ്റെ മറ്റ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നാളെ അവർ ചർച്ച ചെയ്യും. LDF എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ LDFൻ്റെ ജില്ലാ കമ്മിറ്റികൾ CPMൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിക്കൊണ്ട് സ്ഥാനാർത്ഥികളുടെ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുകയാണ്. ആ പട്ടിക സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ച ശേഷം സംസ്ഥാന കമ്മിറ്റിയാകും ഇതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അത്തരം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ സ്ഥാനാർത്ഥികളെ ഈ മാസം 19-ന് പ്രഖ്യാപിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് ചില കക്ഷികൾ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളരുകയും ഒരു വിഭാഗം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി ഒരുപക്ഷെ LDF നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും എന്ന വാർത്തകൾ ഉണ്ട്. മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്ന് ചർച്ച ചെയ്തേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. LDF നേതാക്കളെ ഇവർ കാണും എന്നും നമുക്ക് ചില സൂചനകൾ ഉണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ ഒന്നും ഉണ്ടായിട്ടുമില്ല. അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾക്ക് നൽകേണ്ട സീറ്റുകൾ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ LDF ചർച്ച ഉണ്ടാകും. CPMൻ്റെ സ്ഥാനാർത്ഥികളെ 11, 12 തീയതികളിൽ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും CPMൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. BJP സ്ഥാനാർത്ഥികളെ ഏതാണ്ട് തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. BJP സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. രാജഗോപാൽ നേമത്ത് മത്സരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനവും BJPയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഏതാണ്ട് സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി കൂടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ കഴിയുക. തീർച്ചയായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം എത്തുന്നു. തീർച്ചയായും ഇന്ന് 3 മണിയോടുകൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി തുടങ്ങിയ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. നെഞ്ചെടുപ്പോടെ കേരളവും ഇന്ന് വൈകിട്ട് 3 മണിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സന്തോഷ് സർലിങ്ങും ഒപ്പം K രാജേന്ദ്രനും KG ദിനകറും ഒക്കെ നൽകിയത്. ജയിൽ മോചിതനായി JNUവിൽ തിരിച്ചെത്തിയ കനയ്യയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഇന്നലെ ഒരുക്കിയത്. കനയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് JNU വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പസിൽ മാർച്ച് നടത്തി. ക്യാമ്പസിലെത്തിയ കനയ്യ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് കനയ്യ പറഞ്ഞു. JNUവിനെ നിശബ്ദമാക്കാൻ നോക്കേണ്ടെന്നും പോരാട്ടം തുടരുമെന്നും കനയ്യ വ്യക്തമാക്കി. JNUവിൽ രാത്രി സൂര്യനുദിച്ചു. തിഹാർ ജയിൽ മോചിതനായി രാത്രി 9 മണിയോടെ JNUവിൽ കനയ്യ എത്തിയതോടെ കാത്തിരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സ്നേഹം ആവേശത്തിമിർപ്പിലായി. പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന് മുദ്രാവാക്യങ്ങളാൽ സമരനായകന്റെ അഭിസംബോധന. ആയിരക്കണക്കിന് കരഘോഷങ്ങളുടെ പിന്തുണയിൽ ഉമർ ഖാലിദിനും മുഴുവൻ JNU വിദ്യാർത്ഥികൾക്കും അഭിവാദ്യമർപ്പിച്ച് 66 മിനിറ്റ് നീണ്ട പ്രസംഗം. രാജ്യത്തെ നിയമവ്യവസ്ഥയിലും കോടതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. മതേതരത്വത്തിനും സമത്വത്തിനും വേണ്ടിയാണ് നിലപാടെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് പറയുമ്പോൾ ഹിറ്റ്ലറെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞ കനയ്യ, മോദി പറയുന്ന സത്യമേവ ചെയ്ത തന്നെയാണ് തനിക്കും ആവർത്തിക്കാനുള്ളതെന്നും പറഞ്ഞു. प्रधानमंत्री जी ने ट्वीट किया है, कहा है सत्यमेव जयते। मैं भी कहता हूं प्रधानमंत्री जी, आपसे भारी वैचारिक मतभेद है, लेकिन सत्यमेव जयते चूंकि आपका नहीं इस देश का है, इस संविधान का है, मैं भी कहता हूं सत्यमेव जयते। ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്കകത്തുള്ള സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നും കനയ്യ വ്യക്തമാക്കി. രാജ്യത്തെ ഭൂരിഭാഗം സൈനികരുടെയും പിതാവ് കർഷകനായിരിക്കുമെന്നും
കർഷക ആത്മഹത്യകൾ തടയേണ്ടതല്ലേ എന്നും ചൂണ്ടിക്കാട്ടി. സർക്കാർ നിലപാടിനെ വിമർശിച്ചതിന് JNUവിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞ കന്നയ്യ മാനവ വിഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയുടെ നിലപാടിലെ അമർഷവും മറച്ചുവച്ചില്ല. मैडम स्मृति ईरानी नहीं तय करेंगी क्योंकि हम उनके बच्चे नहीं। पार्लियामेंट में क्या परफॉर्मेंस, लोकसभा टीवी है या स्टार प्लस? രോഹിത് വെമുലയുടെ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് JNUവിലെന്നും നീതിക്ക് വേണ്ടി പോരാട്ടം തുടരുമെന്നും കന്നയ്യ വ്യക്തമാക്കി. ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.